അങ്ങനെ ശ്രീതു ഭാവി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജിൻഡോ ചേട്ടനോടാണ് ശ്രീതു അത് പറയുന്നത്. ശ്രീതുവിനോട് ജിൻഡോ ചേട്ടൻ അങ്ങോട്ട് ചോദിച്ചതാണ് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ, എപ്പോഴാണ് കല്യാണം കഴിക്കാൻ പ്ലാൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇപ്പോഴൊന്നും ഇല്ല, ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന്. ഇപ്പോൾ എനിക്ക് 25 വയസ്സേ ആയിട്ടുള്ളൂ എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട്. ഇപ്പോൾ ജിൻഡോ ചേട്ടന് ജിമ്മൊക്കെ ഇട്ടില്ലേ, അതുപോലെ എനിക്കൊരു പ്ലാൻ ഉണ്ട്, ഞാൻ അതിനു വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ അത് നടന്നിട്ടില്ല. അങ്ങനെ എനിക്ക് ഒരുപാട് ഡ്രീംസ് അതിന് മുന്നേ ഫുൾഫിൽ ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട എന്നതിനെ പറ്റിയിട്ടാണ് ശ്രീതു പറയുന്നത്. അതെന്താണെന്ന് ശ്രീതു വ്യക്തമാക്കിയില്ല. ഇതിനോട് ബന്ധപ്പെട്ട് ജിൻഡോ ചേട്ടൻ്റെ എക്സിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. എൻ്റെ എക്സ് വളരെ നല്ല ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ്, ആളെനിക്ക് അതുകൊണ്ട് നല്ല ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ ഭയങ്കര പൊസസീവാണ്. ഞാൻ വല്ലവരെയൊന്ന് കെട്ടിപ്പിടിക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ നിങ്ങളൊക്കെ അടുത്ത് വരുമ്പോൾ എനിക്ക് കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അവളെ ഓർക്കും, അതിനെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ ശ്രീതുവിൻ്റെ അമ്മ വന്നതോടുകൂടി കുറച്ച് കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള വ്യക്തത വന്നിട്ടുണ്ട്. ശ്രീതുവിനെ വളരെ ഒരു ചെറിയ കുട്ടിയുടെ പോലെയാണ് അവർ വളർത്തുന്നത്. പറയുന്നുണ്ട്, നിനക്ക് ഞാൻ അയച്ചു തരുന്ന ചെരുപ്പുകളൊന്നും നീ ഇടുന്നില്ല, ഡ്രസ്സസ്, അങ്ങനെ വളരെ കുഞ്ഞു കുട്ടീനെ പാമ്പർ ചെയ്ത് വളർത്തുന്നത് പോലെയാണ് ശ്രീതുവിനെ വളർത്തുന്നത്. മാത്രമല്ല ശ്രീതുവിൻ്റെ അർജുനോട് കൂടിയുള്ള സംഭാഷണങ്ങൾ, രാത്രികാല സംഭാഷണങ്ങൾ, അതൊന്നും അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഇനിയുള്ള കളികളിൽ ശ്രീതുവിൽ എന്തെങ്കിലും മാറ്റം പ്രകടമാകുമോ എന്ന് നമുക്ക് നോക്കാം.